തറ കിട്ടുന്നതിന് മുൻപേ മേൽക്കൂരയില്ല എന്ന വാർത്ത കൊടുക്കുന്ന സ്ഥിതിയിലാണ് ഇടുക്കിയിലെ കാര്യങ്ങൾ എന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും നടപ്പിലാക്കിയ വൻ പദ്ധതികളും ജനങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് LDF വികസന മുന്നേറ്റ ജാഥയുടെ നമ്മുടെ നാട്ടിൽ ഒന്നാം ഘട്ട പര്യടനം ചെറുതോണിയിൽ പൂർത്തിയായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാപ്റ്റനായ ആദ്യ ദിനം ചെറുതോണിയിൽ ആവേശകരമായ സ്വീകരണത്തോടെ സമാപിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളം കൈവരിച്ച വികസന നേട്ടങ്ങളും ഇടുക്കി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയ വൻ പദ്ധതികളും ജനങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാപ്റ്റനായ ജാഥ മൂലമറ്റത്ത് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. തറ കിട്ടുന്നതിനു മുൻപ് മേൽക്കൂരയില്ല എന്ന വാർത്തയാണ് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നതെന്ന് റോഷി അഗസ്റ്റിൻ കുറ്റപ്പെടുത്തി. ഇടുക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള അസൗകര്യങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അടുത്ത വാർത്ത വരിക, അവിടെ യാതൊരു സൗകര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? തറക്കൽ ഇടുന്നതിന് മുമ്പ് മേൽക്കൂരയില്ലെന്ന് പറയുന്ന സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധ്യതയാണോ? ഈ നാട്ടിലെ ഓരോ സംരംഭങ്ങളെയും നിലനിർത്തേണ്ട ചുമതല ഈ നാട്ടിലെ ജനങ്ങളുടെയാണ്. മാർച്ച് 9 മുതൽ 13 വരെ നീളുന്ന ജാഥയുടെ ഒന്നാം ദിവസത്തെ പര്യടനം ചെറുതോണിയിൽ ആവേശകരമായി സമാപിച്ചു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യവസായ മേഖലകളിലെ പുരോഗതിയും സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികളും ജാഥയിൽ പ്രധാന ചർച്ചയായി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനം, മലയോര ഹൈവേയും റോഡ് ശൃംഖലകളും ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളിലെ സൗകര്യവർദ്ധന തുടങ്ങിയ പദ്ധതികൾ ജാഥയുടെ വികസനരേഖയിൽ ഉൾപ്പെടുത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ജാഥ മാനേജറായും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MK പ്രിയൻ വൈസ് ക്യാപ്റ്റനുമാണ്. ഉദ്ഘാടന സമാപന ചടങ്ങുകളിൽ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ എന്നിവർ പങ്കെടുത്തു. നേതാക്കളായ ജോസ് കുഴികണ്ടം, ഷാജി കാഞ്ഞമല, അനിൽ കൂവപ്ലാക്കൽ, ഷിജോ തടത്തിൽ, ജെയിംസ് ബ്ലാക്കുഴി എന്നിവരും വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണമേറ്റുവാങ്ങി ജാഥ പ്രയാണം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി.